The example of his light is like a niche within which is a lamp. The lamp is within glass. The glass acts as if it were a pearly star lit from a blessed olive tree. Neither of the east nor of the west, whose oil would almost blow even if untouched by fire. Light upon light, Allah guides to His light whom He wills, and Allah presents examples for the people, and Allah is knowing of all things. Assalamu alaikum wa rahmatullahi wa barakatuh. സൂറത്തുൽ നൂറിലെ 35-ാം ആയത്തിൽ വന്നിരിക്കുന്ന തജ്വീദ് ഞാൻ നിങ്ങൾക്ക് മുമ്പിൽ പരിചയപ്പെടുത്താനാണ് വന്നിരിക്കുന്നത്. അതിൻ്റെ അർത്ഥം നിങ്ങൾ എല്ലാവരും മനസ്സിലാക്കിയല്ലോ. നോക്കൂ, ഇവിടെ തൻവീനിന് ശേഷം ഐൻ വന്നിരിക്കുന്നു. അത് ഇഖ്ഫായിൻ്റെ അക്ഷരമായതുകൊണ്ട് 2 ഹർക്കത്ത് മറച്ച് വെച്ച് മണിച്ചോദണം. ഷജറത്തിൻ മുബാറകത്തിൻ, ഇവിടെ തൻവീനിന് ശേഷം മീം വന്നിരിക്കുന്നു. ഇത് ഇദാമ്പി ഉന്നയുടെ അക്ഷരമായതുകൊണ്ട് ലയിപ്പിച്ച് മണിച്ച് ഓതണം. ജൈതൂനത്തിൽ ശർഖിയ, ഇവിടെ തൻവീനിന് ശേഷം ലാം വന്നിരിക്കുന്നു. ഇത് ഇദാമ്പി ഐരി ഉന്നയുടെ അക്ഷരമായതുകൊണ്ട് മണിക്കാതെ ലയിപ്പിച്ച് ഓതണം. നൂറുൻ അലാ നൂർ, ഇവിടെ തൻവീനിന് ശേഷം ഐൻ വന്നിരിക്കുന്നു. ഇത് ഇൽഹാറിൻ്റെ അക്ഷരമായതുകൊണ്ട് മണിക്കരുത്, വ്യക്തമായി ഓതണം. സൂറത്തുൽ നൂറിലെ 35-ാം ആയത്തിൻ്റെ അർത്ഥവും തജ്വീദ് നിയമം നിങ്ങൾ മനസ്സിലാക്കിയില്ലേ? ഒരു ചെറിയ നിയമം നമുക്ക് ഒന്ന് പരിചയപ്പെടാം. ഖുർആൻ പാരായണം ചെയ്യുമ്പോൾ നാം കാണുന്ന ഒരു ചിഹ്നമാണ് ഇത്, യാഉം വാവും. ഇത് സിലാസൂറ എന്ന് അറിയപ്പെടുന്നു. ഹാഉ വന്നതിന് ശേഷം വരുന്ന ഒരു ചെറിയ വാവും യാഇൻ്റെ അടയാളവും ആണ് ഇത്. 2 ഹർക്കത്ത് നീട്ടിയോതണം. ഈ ആയത്തിൽ യാഉൻ നൂറ് എന്ന് ഹാഉ വന്നതിന് ശേഷം യാഇൻ്റെ അടയാളം വന്നിരിക്കും. ഹാഉ വന്നിരുന്നു നമ്മയാണെങ്കിൽ വാവിൻ്റെ അടയാളവും ആയ ചെറിയ വാവ് വരും. സൂറത്തുൽ നൂറിലെ 35-ാം ആയത്തിൻ്റെ അർത്ഥവും അതിലെ തജ്വീദ് നിയമങ്ങളും സിലാസൂറ നിങ്ങൾ പരിചയപ്പെട്ടല്ലോ. പലപ്പോഴും നമ്മൾ ശ്രദ്ധിക്കാതെ പോകുന്ന 2 കാര്യങ്ങൾ ഞാൻ ഓർമ്മപ്പെടുത്തട്ടെ. നോക്കൂ, ബിസ്മാഹുനിൽ ബിസ്മാഹ്, ഇവിടെ തൻവീനിന് ശേഷം ഹംസത്ത് വസിൽ വന്നിരിക്കുന്നു. അതുകൊണ്ട് ഇവിടെ കെസറുള്ള നൂനിനെ വർദ്ധിപ്പിച്ചുകൊണ്ട് ഓതണം. മിസ്ബാഹുനിൽ മിസ്ബാഹ്, ഇവിടെ തൻവീൻ ഇതേ നാമം തന്നെ അടുത്ത പദങ്ങളിലും വന്നിരിക്കുന്നു. നോക്കൂ, സുജാജതനി സുജാജ, മുകളിൽ സൂചിപ്പിച്ച അതേ രീതിയിലാണ് ഇവിടെയും ഓതേണ്ടത്. കെസറുള്ള നൂനിനെ വർദ്ധിപ്പിച്ചുകൊണ്ട് ഓതണം. ഓർക്കുമല്ല, ഖുർആനിൽ ഇതേപോലുള്ള ഒരുപാട് സ്ഥലങ്ങളുണ്ട്. കൈവതം തെറ്റ് വരാതെ ഓതാൻ ശ്രമിക്കുക. അസ്സലാമു അലൈക്കും.